അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കുറച്ച് സമയം കൊണ്ട് നിങ്ങളുമായിട്ട് ഒരു ഇൻ്ററാക്റ്റീവ് രൂപത്തിൽ സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കേരളം മുഴുവൻ ഒരു മുൾമുനയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മുൾമുനയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ചില വിരലുകൾ, സ്വന്തം വീട്ടിനകത്തെ ചില വിരലുകൾ കഴുത്തിലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് ആശങ്കയോടെ കാത്തിരിക്കുകയാണ് ചിലരൊക്കെ. ഒരു കത്തി വീട്ടിനകത്ത് തന്നെ ഉള്ള ആരെങ്കിലും എൻ്റെ വയറ്റിലേക്ക് കുത്തിക്കയറ്റുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട് കുറേ ആളുകൾക്ക്. ഒരാശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറുകയാണ്. ഇത് ജനറലൈസ് ചെയ്ത് കേരളം മുഴുവൻ ഇങ്ങനെയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നും പറയാൻ കഴിയില്ല. ഒരു വലിയ ഭീഷണി നമ്മൾ നേരിടുകയാണ്. ആ സമയത്താണ് മാറുന്ന തലമുറ, മാറേണ്ട പാരൻറ്റിങ് എന്ന വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ വ്യത്യസ്ത തലമുറയെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. എല്ലാവരും ഒരേ തലമുറയല്ല. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഒന്ന് തലമുറ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏത് തലമുറയിൽപ്പെട്ട ആളുകളാണ് നിങ്ങളെന്ന് നിങ്ങൾക്കൊന്ന് തിരിച്ചറിവുണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എല്ലാ തലമുറക്കും ഒരേ ടൂൾ ഉപയോഗിച്ച് പാരൻറ്റിങ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഓരോരുത്തരും വളർന്നു വന്ന സാമൂഹ്യ സാഹചര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ധാർമ്മിക സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. ഇപ്പം നമ്മൾ ആൽഫ ജനറേഷനെക്കുറിച്ചും ബീറ്റ ജനറേഷനെക്കുറിച്ചും സംസാരിക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മുമ്പിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ ഓരോ അമ്മയും ഓരോ ഉമ്മയും ഓരോ ഉപ്പയും നെയ്തുകൊണ്ടേയിരിക്കും. അതിനാവശ്യമായ വിദ്യാഭ്യാസം നൽകും, മതവിദ്യാഭ്യാസം നൽകും, വിദ്യാലയങ്ങളിലും കലാലയങ്ങളിൽ നിന്നും ഭൗതികമായ വിദ്യാഭ്യാസം നൽകും. വീട്ടകത്ത് നിന്ന് നല്ല ചിട്ടയോടെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇപ്പം നമ്മൾ നേരിടുന്നൊരു പ്രതിസന്ധി, നമ്മൾ ചെയ്യുന്ന വിദ്യാഭ്യാസത്തെ, നമ്മൾ നൽകുന്ന അറിവിനെ മറികടക്കാൻ പറ്റിയ അതിൻ്റെ 10 മടങ്ങോ 100 മടങ്ങോ പ്രഹരശേഷിയുള്ള അറിവും വിവരവും പുറത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കൊണ്ടോ നിങ്ങളുടെ വീട്ടകം മാത്രം നന്നായതുകൊണ്ടോ പാരൻറ്റിങ് പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. പാരൻറ്റിങ് വളരെ എളുപ്പമാണെന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടേ? കൂടുതൽ പാരൻറ്റിങ് വളരെ എളുപ്പമാണ് ഈ കാലത്ത് ഉണ്ടെങ്കിലൊന്ന് കൈവക്കുക. പാരൻറ്റിങ് വളരെ എളുപ്പമാണ്. ഒരു മക്കളെ വളർത്തൽ വളരെ ഈസിയാണോ? യെസ് ഓർ നോ? എന്തുകൊണ്ടാണ് ഈസി? ഈ കാലത്ത് കുറേ കൂടി ചാലഞ്ചിങ് ആയി വരികയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ കൊടുക്കുന്നത് മാത്രം കിട്ടിയിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മാറിയിട്ട് കുറേ കൂടി വിശാലമായൊരു സമൂഹം രൂപപ്പെട്ടിരിക്കുകയാണ്. ആ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും, മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠത്തെക്കാളും സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠത്തെക്കാളും പ്രഹരശേഷിയുള്ള വിജ്ഞാനം പുറത്തുണ്ട്. ഇതൊക്കെ കൂടിച്ചേർന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പാരൻറ്റിങ് മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നമ്മുടെ വിഷയം ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ് ഓഫ് പാരൻറ്റിങ് ആണ്. പാരൻറ്റിങ്ങിൻ്റെ അലകും പിടിയും മാറുകയാണ്. മാറാനുള്ള കാരണം ആരെങ്കിലും സുപ്രഭാതത്തിൽ മാറ്റാൻ ശ്രമിക്കുന്നതല്ല, സ്വാഭാവികമായി മാറുകയാണ്. ആ മാറാനുള്ളതിൻ്റെ കാരണത്തിലേക്കാണ് എനിക്ക് വരണം തോന്നുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകം വളരെ വ്യത്യസ്തമായ ഒരു ലോകമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ പാരൻറ്റിങ്ങിനെ ഞാനിപ്പോൾ ഒന്ന് വർഗീകരിക്കാൻ പോവുകയാണ്. 1947 മുമ്പ് ജനിച്ചവരൊന്ന് കൈപൊക്കാവോ? 1947 മുമ്പിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവില്ലല്ലേ? ഉണ്ടാവില്ല. നാട്ടിലുണ്ടാവും, പക്ഷേ ഇവിടെ എത്തിക്കൊള്ളണമെന്നില്ല. ഇനി ആ തലമുറയെ നമ്മൾ സൈലൻറ്റ് ജനറേഷൻ എന്നാണ് വിളിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീഷണി, വലിയ ഗ്രേറ്റ് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടായൊരു കാലമാണ്. ആ കാലത്തെ സൈലൻറ്റ് ജനറേഷനാണ്. ഇപ്പോൾ ഇവിടെ ഇല്ല. കുറച്ച് പേരൊക്കെ നമ്മുടെ വീടുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പാണത്. ഇനി 1947 1964 ഇടയിൽ ജീവിച്ചവരൊന്ന് കൈവക്കാവോ? യെസ്. ഇവരെ നമ്മൾ ബേബി ബൂമേഴ്സ് എന്നാണ് പറയുന്നത്. ബേബി ബൂമേഴ്സ്. ഇത് ശരിക്കും ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തുന്നു, കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നു, TV വരുന്നു. ഇതാണ് സലീം ചെർപ്പുളശ്ശേരിൻ്റെ ഒക്കെ കാലം അല്ലേ? 1946 1964. അന്ന് ഞാനതിൽ പെടുന്നില്ല കേട്ടോ, രണ്ടാമതാണ് വരുന്നത്. ഇനി 1965 മുതൽ 1980 വരെയുള്ള ഒരു കൈബുക്കുക. അപ്പം നിങ്ങൾ വേറെ ലെവലാണ് കേട്ടോ, നിങ്ങൾ വേറെ ലെവലാണ്. നിങ്ങൾ എക്സ് ജനറേഷനാണ്. എക്സ് ജനറേഷൻ. നിങ്ങൾ കുറച്ചുകൂടി സാങ്കേതികമായ വളർച്ചയുടെ കാലത്താണ് ജനിച്ചത്. ഞാൻ അതിൽ പെടും. 1965 മുതൽ 1980 വരെയുള്ള കാലത്തിലെ എക്സ് ജനറേഷനിൽപ്പെട്ട ആളാണ് ഞാൻ. നമ്മൾ ഓരോരുത്തരും ഏത് ജനറേഷനാണെന്ന് മനസ്സിലാവുന്നത് നമ്മൾ ഏത് തരം പാരൻറ്റിംഗ് ആണ് ചെയ്യേണ്ടത് എന്നതിലേക്കുള്ള വിരൽ ചൂണ്ടുകയാണ്. ഇനി മില്ലേനിയൽസ് അല്ലെങ്കിൽ ജനറേഷൻ Y എന്ന് പറഞ്ഞാൽ 1981 1981 മുതൽ 1996 വരെയുള്ള ഒരു കൈവക്കൂ. 1981 1990 അതാണ് കൂടുതൽ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, Y ജനറേഷനാണ്. വിദ്യാഭ്യാസത്തിൽ വലിയ വിപ്ലവം ഉണ്ടായ കാലമാണ്. ഹൈ എഡ്യൂക്കേഷൻ, ടെക്നിക്കലി വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ് ഈ Y ജനറേഷൻ്റെ കാലം എന്ന് പറഞ്ഞാൽ. ഇനി 1997 മുതൽ 2012 വരെയുള്ള തലമുറ ഒന്ന് കൈവക്കൂ. 1997 2012. യെസ്, പുരുഷന്മാർ കുറവാണല്ലോ അതിൽ, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ആ കാലത്ത് സ്ത്രീകൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. അത് Z ജനറേഷനാണ്. ഡിജിറ്റൽ വേൾഡ്, ഗ്ലോബലൈസേഷൻ, ഗ്ലോബൽ തിങ്കിങ്, അതിൻ്റെയൊക്കെ കാലഘട്ടമാണ് Z ജനറേഷൻ. ഓരോരുത്തരും ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആറാമത്തത് ആൽഫ ജനറേഷനാണ്. 2013 മുതൽ 2024 വരെ. എത്ര പേരുണ്ട്? 2013 24 ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ അല്ലേ? അവരപ്പുറത്ത് ഉണ്ടാവുക അല്ലേ? അവരപ്പുറത്ത് ഉണ്ടാവുക. അതാണ് നമ്മുടെ AI-യുടെയും ഓൺലൈൻ ലേണിങ്ങിൻ്റെയും ഒക്കെ ഒരു കാലത്ത് ജീവിക്കുന്നവരാണ്. കോവിഡിൻ്റെ കാലം കൂടിയാണത്. 2013 മുതൽ 2024 വരെ. ഇനിയിപ്പോൾ 2025 ജനുവരി 1 മുതൽ ഒരു പുതിയ ജനറേഷൻ രൂപപ്പെട്ടു. അതാണ് ബീറ്റ ജനറേഷൻ. എൻ്റെ വീട്ടിലൊരാളുണ്ട് ബീറ്റ ജനറേഷനിൽ. ഒരാൾ, എൻ്റെ മകൾ പ്രസവിച്ചു 35 ദിവസമായിട്ട്. അപ്പോൾ ഇപ്പോൾ അവൾ, ഇന്നലെ ഞാനും അവളും തമ്മിൽ ഒരുപാട് സംസാരിക്കുകയായിരുന്നു പാരൻറ്റിങ്ങിനെ കുറിച്ച്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, എത്ര പെട്ടെന്നാണ് ഒരു പെൺകുട്ടി, തുള്ളി കളിച്ച് നടന്നൊരു പെൺകുട്ടി വളരെ സീരിയസ് ആയിട്ട് പാരൻറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഒരു മാതൃത്വത്തിൻ്റെ വലിയൊരു ചേഞ്ച് ഇങ്ങനെ കാണുമായിരുന്നേ. എന്നിട്ട് അവളിങ്ങനെ പറയാണ്, ഇപ്പം അതങ്ങ് നടക്കില്ലാന്ന് തോന്നുന്നു. ഭയങ്കര ടെൻസ്ഡാണ് ഈ പെൺകുട്ടി, ഭയങ്കര ടെൻസ്ഡാണ്. എങ്ങനെയാണ് ബീറ്റ ജനറേഷൻ? ബീറ്റ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ടൂൾസൊക്കെ വലിച്ച് കടലിലെറിയാൻ്റെ സമയമാണ്. ആ ടൂൾസ് ഒന്നും വിജയിക്കാത്ത സമയം. ഈ ആൽഫ ജനറേഷൻ്റെ അടുത്ത് നമുക്ക് നടക്കുന്നുണ്ടോ? ആൽഫ ജനറേഷനിലെ കുട്ടിയാണ്, 15 വയസ്സുണ്ടാവും. ആൽഫ 2024 എന്ന് പറയുമ്പോൾ 2013 2024 എന്ന് പറയുമ്പോൾ എത്ര വയസ്സാണ്? 12 വയസ്സല്ലേ? ആൽഫ ജനറേഷനിലെയും Z ജനറേഷനിലെയും കുട്ടിയോട് നമ്മുടെ നമ്പറുകളൊന്നും നടക്കുന്നില്ല. ആ കുട്ടിയാണ് പ്രിൻസിപ്പലിൻ്റെ കസേരയ്ക്ക് അഭിമുഖമായിരുന്നിട്ട് പ്രിൻസിപ്പലിനോട് പറയുന്നത്, പുറത്തു വന്നാൽ തീർത്ത് കളയും നിന്നെ ഞാൻ. ആ കുട്ടി ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പറയുന്നൊന്നുമല്ല. ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടിക്ക് പെട്ടെന്നുണ്ടായ ഒരു വെളിപാടൊന്നുമല്ല അത്, ആണോ? അവിടെയാണ് നമ്മുടെ പാരൻറ്റിങ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കുട്ടിക്ക് പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ കയറി ഇരുന്നപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു തോന്നലൊന്നുമല്ല അത്.
കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്കുകൾ, കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക, അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും തലത്തിൽ, പാരൻറ്റിങ്ങിൻ്റെ തലത്തിൽ, വീട്ടിലെ സാഹചര്യത്തിൻ്റെ തലത്തിൽ, കുട്ടിക്ക് കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിൻ്റെ തലത്തിൽ കുട്ടി വളർന്ന് വികസിച്ച് രൂപപ്പെടുത്തിയ ഒരാശയമാണത്. ചോദ്യം ചെയ്യുക എന്നുള്ളത്, ഏത് തരത്തിൽ, ആരോടും പറയുക എന്നുള്ളത്. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു തലമുറ രൂപപ്പെട്ടു വരുന്നത് ഈ തലമുറയുടെ ഒരു കുറ്റമല്ല, ഇതൊരു വസ്തുതയാണ്. സാങ്കേതികമായ വളർച്ച ഈ തലമുറ ഉണ്ടാക്കിയതല്ല, ആണോ? ഈ തലമുറ ഉണ്ടാക്കിയ വളർച്ചയല്ല, ഇത് സ്വാഭാവികമായും ഉണ്ടായ വളർച്ചയാണ്. പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. എങ്ങനെ അഡാപ്റ്റ്, പുതിയ തലമുറക്കനുസരിച്ച് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു? നമ്മളെ കയ്യിലുള്ള ടൂൾസൊക്കെ വളരെ പഴയതാണ്. എൻ്റെ ഉപ്പ എനിക്ക് തന്ന പാരൻറ്റിങ്ങിൻ്റെ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോനെ വളർത്തുന്നത്. എൻ്റെ ഉപ്പ എന്നോട് എങ്ങനെയാണ് പാരൻറ്റിങ് നടത്തിയത്, ആ ടൂൾസ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ മകനെ വളർത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോൾ പരാജയപ്പെടും എന്ന് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനായിട്ട് യുദ്ധം നടക്കുന്നു എന്ന് വിചാരിക്കും. ഇന്ത്യൻ സൈന്യം പഴയ ഗദയും സുദർശന ചക്രമൊക്കെ എടുത്തിട്ട് യുദ്ധം ചെയ്യാൻ പോയാൽ എങ്ങനെ ഉണ്ടാവുക? കത്തിച്ച് കളയുക, അങ്ങനെ കൈ കാണിച്ച് കത്തിച്ച് കളയുക. ഇല്ലെങ്കിൽ ഗദയെടുത്ത് യുദ്ധം ചെയ്യുക, അമ്പും വില്ലുമായിട്ട് യുദ്ധം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതേ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഒരു കുട്ടി സ്വന്തം ഉമ്മയെയും ഉമ്മാമയെയും അനുജനെയും ഒരു മനസ്താപമില്ലാതെ കൊന്നുകളയുന്നത് ആ കുട്ടി രൂപപ്പെട്ടു വന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക വേണം. ആ കുട്ടി രൂപപ്പെട്ടു വന്ന സാഹചര്യം ഏതാണ്? വൈകുന്നേരം അസർ ബാങ്ക് കൊടുത്താൽ സ്വന്തം അനുജൻ്റെ കൈപിടിച്ച് പള്ളിയിലേക്ക് പോകുന്ന കുട്ടിയാണ് കേട്ടോ. ഈ കുട്ടി അസർ ബാങ്ക് കൊടുത്താൽ, മഗ്രിബ് ബാങ്ക് കൊടുത്താൽ അനുജനെയും കൂട്ടി പള്ളിയിലേക്ക് പോകുന്ന കുട്ടിയാണ് സ്വന്തം ഉമ്മാനെയും ഉമ്മാമാനെയും അനുജനെയും ഒക്കെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിലേക്ക് നമ്മൾ വരും. നമുക്ക് എത്രത്തോളം അഡാപ്റ്റേഷൻ, അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? പ്ലംബിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ അഡാപ്റ്റർ ഉപയോഗിക്കും. 1 ഇഞ്ച് പൈപ്പും 1/2 ഇഞ്ച് പൈപ്പും ചേർത്ത് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഭാഗത്ത് 1 ഇഞ്ചും മറുഭാഗത്ത് 1/2 ഇഞ്ചുമുള്ള ഒരു അഡാപ്റ്റർ വെക്കണം, എന്നാലേ ചേർത്ത് വെക്കാൻ കഴിയുള്ളൂ. അപ്പം നമുക്കും അങ്ങനെ ഒരു അഡാപ്റ്റർ വേണം. എങ്ങനെ? നമ്മുടെ മുമ്പിലുള്ള ജനറേഷൻ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്ലോബൽ വിഷനുള്ള ഞാൻ പ്രീ ഡിഗ്രി പാസ്സായപ്പോൾ എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് വരെയുള്ള ലോകമാണ്. ഫറൂഖ് കോളേജ് കിട്ടുമോ, ക്രിസ്ത്യൻ കോളേജ് കിട്ടുമോ, ഇല്ല മുജുകുന്ന് കോളേജിലാണോ കിട്ടുക എന്നുള്ളതാണ്. ആകെ അതേ ഉള്ളൂ. കോഴിക്കോടിന് അപ്പുറത്തേക്കൊരു ലോകം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ SLC പഠിക്കുന്ന കുട്ടി ആലോചിക്കുന്നത് +2 കഴിഞ്ഞിട്ട് UK പോകണോ, USA പോകണോ, കാനഡയിൽ പോകണോ എന്നാണ്. ഇത്രയേറെ വിശാലമായ ലോകത്തേക്ക് പോയ ഒരു കുട്ടീൻ്റെ ഒരു ഭാഗം, നമ്മുടെ ഭാഗം വേറൊരു ഭാഗം. ഇതെങ്ങനെ അഡാപ്റ്റ് ചെയ്യും? നമ്മൾ അഡാപ്റ്റബിൾ ആവണം. അഡാപ്റ്റബിൾ ആണോ എന്നുള്ളതാണ് ആമുഖമായിട്ട്. ഈ കുറച്ച് സമയമേ ഉള്ളൂ, ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല. ആമുഖമായി നമ്മൾ എത്രത്തോളം അഡാപ്റ്റ് ആണ് നമ്മളിങ്ങനെ പുതിയ വിജ്ഞാനീയങ്ങൾക്കും പുതിയ നിയമങ്ങൾക്കും സാങ്കേതികമായ വളർച്ചയ്ക്കും അനുസരിച്ച് നമ്മൾ അഡാപ്റ്റബിൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഇനിയും കാത്തിരിക്കുകയാണ്. ഒരു സ്പിരിച്വൽ മേഖലയിൽ, ആത്മീയ മേഖലയിൽ, മതമേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നിലക്ക് നമ്മൾ ഭയങ്കരമായ ഒരു ആത്മവിമർശനം നടത്തേണ്ടി വരും. ആത്മവിമർശനം എന്ന് പറഞ്ഞാൽ ഒരു ടോർച്ച് എടുത്ത് സ്വന്തത്തിലേക്ക് അടിച്ചു നോക്കൽ തന്നെയാണ്. ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ എന്ന് നിരന്തരമായി പേർത്തും ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്താ ചോദ്യം എന്നറിയോ? ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ എന്ന ചോദ്യം. അതെല്ലാവരും ഒന്ന് പറയുമോ? ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ എന്ന് ചോദിച്ചു നോക്ക്. അല്ലേ ഒച്ചത്തിപ്പോൾ ചോദിക്കും, നോക്കാം നമുക്ക്. ഒരിക്കൽ കൂടി ബേസിക്കായിട്ട് നമ്മൾ ഉന്നയിക്കേണ്ട വിഷയം, ഞാനിങ്ങനെ കുട്ടികൾ എന്തുകൊണ്ട് അങ്ങനെയെന്നുള്ളതല്ല, കുട്ടികൾ ഇവിടെ ഇല്ല, കുട്ടികൾ എന്തുകൊണ്ട് അങ്ങനെയെന്നുള്ളതല്ല, ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ, ഇനി ഞാൻ അഡാപ്റ്റബിൾ ആവണ്ടേ എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്, എല്ലാവരും ചെയ്യണം. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ പാരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ഒരാശയം എന്താണ്? ഒരാശങ്ക എന്താണ്? ഒരു വാക്ക് ഏതാണ്? ഒന്ന് ഓർത്ത് വെക്കൂ. പാരൻറ്റിങ്ങിൻ്റെ ചില അസ്വസ്ഥജനകമായ കാഴ്ചപ്പാടുകളുണ്ട്. നാട് കത്തുകയാണ്. സാമൂഹ്യ രംഗം, ധാർമ്മിക രംഗമൊക്കെ കടലെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വാക്ക് രൂപപ്പെട്ടു വരുന്നുണ്ടോ? ഒരാശയം രൂപപ്പെട്ടു വരുന്നുണ്ടോ?
ഒരു വാക്ക് നിങ്ങൾ കണ്ടെത്തുക. ഇപ്പം എനിക്ക് പറയണം തോന്നുന്നു. എല്ലാവരെ കൊണ്ടും ഞാൻ പറയിപ്പിക്കും, സമയം കുറച്ചാണെങ്കിലും. റെഡിയാണോ? ഒരു വാക്ക് കണ്ടുപിടിച്ചോ? യെസ്. ഞാൻ തൊട്ടടുത്ത ആളോട് പറയും. തൊട്ടടുത്ത ആളോട് അതൊന്ന് പങ്കുവെക്കുക. തൊട്ടടുത്ത ആളോട് നിങ്ങളിപ്പോൾ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട്, മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് കണ്ട ഒരാശയമുണ്ടല്ലോ, അതൊന്ന് പങ്കുവെക്കുക. എല്ലാവരും പങ്കുവെക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു പെയറിന് ഇവിടെ വന്നിട്ടാണെന്ന് പറയാം. ഏതെങ്കിലും ഒരു പെയർ ഇങ്ങോട്ട് ഫാസ്റ്റായിട്ട് വരിക. ഏതെങ്കിലും ഒരു പെയർ, താല്പര്യമുള്ളൊരു പെയർ ഇങ്ങോട്ട് വരിക. നിങ്ങളെ പറഞ്ഞ ആശയം എല്ലാവരെയും ഒന്ന് കേൾപ്പിക്കുക. ആരാ വരുന്നത്? എനി പാർട്ട് ഫ്രം ലേഡീസ് ഓർ ജെൻസ്. ഏതെങ്കിലും ഒരു പെയർ ഇങ്ങോട്ട് ഓടി വരിക. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എന്ത് തരം ആശയങ്ങളാണ് നമ്മൾ പങ്കുവെച്ചെന്ന് മനസ്സിലാവുമല്ലോ. ആരാ വരുന്നത്? യെസ്, വന്നോളൂ. നിങ്ങളൊന്നും പങ്കുവച്ചില്ലേ? പങ്കുവച്ചോ? എന്നാ വന്നു. ഇല്ലേ? വന്നോളൂ. എന്താ ഇവർ വരുന്നുണ്ട്, ഒരു ടീം വരുന്നുണ്ട്. ഇല്ലേ? വരാൻ തയ്യാറില്ല. എന്നാ ശരി, അവിടെ നിന്ന് തന്നെ പറഞ്ഞാലും മതിയില്ലേ? എന്നാൽ അവിടെ നിന്ന് തന്നെ പറഞ്ഞു. അസ്സലാമലൈക്കും. നമ്മൾ മാതൃക ആവണം മക്കൾക്ക്. നമ്മൾ ചെയ്തിട്ട് അത് അവരോട് ചെയ്യാൻ പറഞ്ഞതിന് പകരം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അവരെ ഫോളോ ചെയ്യുക. വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കാം നമുക്ക്. നമ്മളെങ്ങനെ മോഡലിംഗ് ആണ് അല്ലേ, റോൾ മോഡൽസ് എങ്ങനെ ആവാൻ പറ്റുമെന്നതിലേക്കാണ് നമ്മൾ വരുന്നത്. ഏതായാലും പാരൻറ്റിങ് വളരെ ചാലഞ്ചിങ് ആയ ഒന്നാണെന്നും നമ്മളെങ്ങനെ ഈ പുതിയ കാലത്തിനനുസരിച്ച്, പുതിയ കാലത്തിൻ്റെ ടെക്നോളജിക്കനുസരിച്ച് പുതിയ ജനറേഷനെ പാരൻ്റ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം അഡാപ്റ്റബിൾ ആണ് എന്നും സ്വയം തിരിച്ചറിയേണ്ട സമയമാണ്. നമ്മുടെ ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ടൂൾസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. വലിയ വിപത്തിലേക്ക്, ഭീഷണിയിലേക്ക് നമ്മൾ പെട്ടുപോകുമെന്ന കാര്യം ഓർമ്മിക്കുകയാണ്. നിങ്ങൾ പറയും. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ ശരിക്ക് അള്ളാഹുവിന് എന്താണ്, ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് ലൈഫിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പടച്ചവനെക്കുറിച്ചുള്ള അറിവ്, വിശ്വാസമൊക്കെ ജീവിതത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പറഞ്ഞല്ലേ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രസംഗത്തിലൂടെ അല്ല കേട്ടോ. പ്രസംഗത്തിന് നമുക്ക് ഒരു പഞ്ഞവുമില്ല. ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നില്ലാത്തയിടത്ത് ചിലപ്പോൾ നമുക്ക് ദീന് പറഞ്ഞ് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ദീൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതം കണ്ട് കുട്ടി പറയാണ്, എനിക്ക് എൻ്റെ ഉമ്മാനെ പോലെ ആയാൽ മതിയായിരുന്നു. ഒരു കുട്ടി പറയാണ്, എന്ത്, എനിക്ക് എൻ്റെ ഉമ്മയാണ് എൻ്റെ റോൾ മോഡൽ, എൻ്റെ ഉപ്പയാണ് എൻ്റെ റോൾ മോഡൽ എന്ന് സ്വയം കുട്ടിക്ക് പറയാൻ പറ്റുന്ന പാകത്തിലേക്ക് വിശ്വാസപരമായ കാര്യങ്ങളിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിലൊക്കെ കാണിക്കുന്ന പ്രവാചകൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചൊക്കെ എന്ത് മനോഹരമായി നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ എതിരാളിയോട് പോലും ഏറ്റവും മനോഹരമായി പെരുമാറിയ പ്രവാചകനെക്കുറിച്ച് നമ്മൾ പറയലുണ്ട് അല്ലേ. പ്രവാചകൻ്റെ വഴിയിൽ തടസ്സങ്ങളുണ്ടാക്കിയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകനെക്കുറിച്ച് നമ്മൾ പ്രസംഗത്തിൽ പറയാറുണ്ട്. അങ്ങനെ എതിരാളിയോട് പോലും കാരണം കാണിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ വ്യക്തിജീവിതത്തെ, വിശ്വാസത്തെയൊക്കെ രൂപപ്പെടുത്തി കൊണ്ടുവരികയാണെങ്കിൽ അത് പാരൻറ്റിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണെന്ന് ആ ഗ്രൂപ്പ് പറയുന്നു. അത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. യെസ്. എങ്ങനെയാണ് നമ്മളെ പുതിയ തലമുറയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്താണ് പുതിയ തലമുറ? നമ്മുടെ മുമ്പിൽ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കുട്ടികൾ, അവർ ഡിജിറ്റൽ നാറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചവരാണ് അവർ. അവരുടെ കയ്യിൽ പലതരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. അത് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ അവർക്കറിയാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണോ? ആണോ? നമ്മളെ കാലത്തും ഉപകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്ര ഫാസ്റ്റ് ആയിരുന്നില്ല അന്ന് ഡെവലപ്മെൻറ്റ്, മെല്ലെ മെല്ലെ ആയിരുന്നു. ഇപ്പോൾ ഒരു ദശാബ്ദം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 2 മാസം കൊണ്ടൊക്കെ സംഭവിക്കും. ഒരു ഡെക്കേഡ് എന്ന് പറയുന്നില്ലേ, ഡെക്കേഡ്. ഇപ്പോൾ പണ്ട് 10 വർഷം കഴിയുമ്പോൾ ഒരു ഡെക്കേഡ് എന്ന് പറയാം. അത്ര കാലം വേണം മാറ്റത്തിന്. ഇപ്പോൾ 10 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റം ഏതാനും മാസങ്ങൾ കൊണ്ടുണ്ടാകും. അത്രയും വലിയ മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് വളരുകയാണ്. അപ്പോൾ ഈ ഡിജിറ്റലി നാറ്റീവാണ് അവർ. നമ്മൾ ഡിജിറ്റൽ ഇമ്മിഗ്രൻസ് ആണ്.
നമ്മൾ ഇതിലേക്ക് വന്നതാണ്. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ മുകളിലല്ല ജനിച്ചു വീണത്. നമുക്ക് മൊബൈൽ ഫോൺ ഒരു കൗതുകമായിരുന്നു. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഫോണെന്നൊന്നും പറയാൻ പറ്റില്ല. മൊബൈൽ ഫോണിന് പറയാൻ പറ്റുമോ? എന്തൊക്കെ അതിൻ്റെ ഉപകാരം ഒന്ന് എണ്ണാവോ? ഫോൺ ചെയ്യാം, മെസ്സേജ് അയക്കാം, ചാറ്റ് ചെയ്യാം, കഴിഞ്ഞോ? ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, വീഡിയോ എഡിറ്റ് ചെയ്യാം, ഫോട്ടോ എഡിറ്റ് ചെയ്യാം, ATM ആയിട്ട് ഉപയോഗിക്കാം, പണം നിക്ഷേപിക്കാം, പണം കൊടുത്തൂടെ? കഴിഞ്ഞോ? വേർഡ് ടൈപ്പ് ചെയ്യാം, എക്സൽ ചെയ്യാം, കഴിഞ്ഞോ? ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം, കഴിഞ്ഞോ? ഇനി എന്തുണ്ടോ? പ്ലാനർ ആവാം, കലണ്ടർ ആവാം, ടോർച്ചായിട്ട് ഉപയോഗിക്കാം, വെളിച്ചം ഉപയോഗിക്കാം. ഇനിയൊരു 100 കൂടി എണ്ണാനുണ്ട്. ഈ വസ്തുവിനെ നമ്മൾ ആക്ഷേപിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. പക്ഷേ ആ തലമുറയാണ് നമ്മൾ പാരൻറ്റിങ് നടത്തുന്നത്. നമുക്ക് മനസ്സിലാവണം. നമ്മൾ പാരൻറ്റിങ് നടത്തുന്ന തലമുറ ഡിജിറ്റൽ നേറ്റീവാണ്. അവർ ഈ ഡിജിറ്റൽ ലോകത്തേക്ക് ജനിച്ചു വീണവരാണ്. അന്ന് ഉമ്മ പ്രസവിക്കുമ്പോൾ സൈഡിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും. ചിലപ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഉമ്മ എന്ത് വെച്ചിട്ടുണ്ടാവും? മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ടാവും. ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് ആ മൊബൈൽ ഫോണിൻ്റെ ഒരു ഭാഗത്ത് ചിലപ്പം പ്രസവിച്ച് വീണപ്പോൾ തട്ടിയിട്ടുണ്ടാവും. അത്രയും നാറ്റീവാണ്. രണ്ടാമത്തെ ഹൈലി വിഷ്വലാണ്, ഇൻ്ററാക്റ്റീവാണ്. ഇവർ കാഴ്ചയാണ് ഇവരുടെ ലോകം. നമ്മളുടെ കാഴ്ച വളരെ കുറവായിരുന്നു. നമ്മളൊരു കാഴ്ച കാണണമെങ്കിൽ, ഒരു സിനിമ കാണണമെങ്കിൽ പോയിട്ടുണ്ടാവും ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ കാലത്ത്. ഇല്ല ഒരു വീഡിയോ കാണാൻ എന്ന് പറഞ്ഞാൽ അത്ഭുതമായിരിക്കും. ഒരു ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ 1 കിലോമീറ്ററൊക്കെ നടന്നൊരു വീട്ടിൽ പോയി, TV ഉള്ള വീട്ടിൽ പോയി കണ്ടവരുണ്ടാവും ഇല്ലേ? ഇവർ വിഷ്വലാണ്. നമ്മൾ ലേണിങ്ങിന് വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് എന്നൊക്കെ പറയാറില്ല. ഇവർ വിഷ്വൽ ലേണേഴ്സാണ്. എന്തും ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഇപ്പോഴുള്ള അവസ്ഥ എന്താ പറയുക? ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ അറ്റൻഡൻസ് വളരെ കുറവാണ്. നേരത്തെ 60 കുട്ടികളുടെ ക്ലാസ്സിൽ 1-2 കുട്ടികളാണ് ആബ്സെൻ്റ് ആവുക. ഇപ്പോൾ 10-15 കുട്ടികൾ ആബ്സെൻ്റ് അല്ലേ? ആണ്. എന്താ കാരണം എന്നറിയോ? സ്കൂളുകളൊന്നും വിഷ്വലല്ല. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ക്ലാസ് യൂട്യൂബിലുണ്ട് സർ. യൂട്യൂബിൽ ഇതിനേക്കാൾ ഞങ്ങളുടെ ടീച്ചറേക്കാളും മിടുമിടുക്കിയായൊരു ടീച്ചർ അടിപൊളിയായിട്ട് മസാല ചേർത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. വിഷ്വലിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടു. നമ്മുടെ സ്കൂളുകളിലും ഓഡിയോ വിഷ്വൽ റൂമുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലാസ് റൂമൊക്കെ സ്മാർട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ അധ്യാപകരൊന്നും അത്ര വിഷ്വൽ സ്മാർട്ട് അല്ലാത്തത് കൊണ്ടായിരിക്കാം അത്ര ഒന്നും സ്മാർട്ട് ആയിട്ടില്ല. അപ്പോൾ ഇവർ വിഷ്വലാണ്, ഇൻ്ററാക്റ്റീവാണ്. ഇങ്ങനെ ഒരു ക്ലാസ് 5 വർഷം കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ പറ്റില്ല. പ്രസംഗം ചെറിയൊരു ഗ്രൂപ്പിനെ എടുത്ത് ഫുൾ ടൈം അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ അങ്ങോട്ടും സംസാരിക്കുന്ന ഒരു ഇൻറ്ററാക്റ്റീവ് ലേണിംഗ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം ഇവരെന്താണ്? ഇൻ്ററാക്റ്റീവാണ്, വിഷ്വലാണ്. ഈ വിഷ്വലായ ഇൻ്ററാക്റ്റീവായിട്ടുള്ള ചെറുപ്പക്കാരോട് ഒരു മണിക്കൂർ നേരം പ്രസംഗം നടത്തിയാൽ എന്തുമാത്രം ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഗ്ലോബലൈസ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോടായിരുന്നു എൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റെങ്കിൽ എൻ്റെ മകൻ ആലോചിക്കുന്നത് ഒരു PhD എടുക്കണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി എടുക്കണം എന്നാണ്. ഗ്ലോബലാണ്. ഈ കുട്ടി ഗ്ലോബലായി. നമ്മൾ ഗ്ലോബലാണോ? നമ്മൾ ഗ്ലോബലല്ല. നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം അവിടെ. നമ്മളെല്ലാവരും ഈ കുട്ടികൾക്കനുസരിച്ച് മാറാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. അഡാപ്റ്റേഷനാണ്. നമ്മൾ 2 ഇഞ്ച് തന്നെയാണ്. പക്ഷെ അപ്പുറത്തെന്ത് വേണ്ടി വരും? 1.5 ഇഞ്ച് ചേർത്ത് ഇത് അഡാപ്റ്റ് ചെയ്യണം. ഈ കുട്ടികളുടെ പുതിയ തലമുറക്കനുസരിച്ച് നമുക്ക് വേരോടെ മാറാനൊന്നും പറ്റില്ല. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യവും നമ്മുടെ അറിവും നമ്മുടെ സ്കില്ലും ഒക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നമ്മൾ നേടിയ വിദ്യാഭ്യാസ ഘടകമാണ്. ഇതൊക്കെ മാറ്റിവെച്ച് കുട്ടികൾക്കനുസരിച്ച് തുള്ളാനൊന്നും നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ 2 ഇഞ്ച് അവിടെ തന്നെ നിർത്തിയിട്ട് 1.5 ഇഞ്ചും 2 ഇഞ്ചും നമ്മൾ അഡാപ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ആലോചിക്കണം. ഷോർട്ടർ അറ്റൻഷൻ സ്പാനാണ്. ഇവർക്ക് 10 മിനിറ്റ് കൂടുതൽ ഒരാളെ കേൾക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ സംസാരിച്ച് നോക്കും ഒരാളെ ഇരുത്തിയിട്ട്, പകുതി ചെവിയെ തരുള്ളൂ. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണെങ്കിൽ പോലും 10 മിനിറ്റ് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഷോർട്ടർ അറ്റൻഷൻ സ്പാനുള്ള ഒരു ജനറേഷനോടാണ് പാരൻറ്റിങ് നടത്തുന്നതെന്ന് ആർക്ക് മനസ്സിലാവണം? ഈ ഉപ്പാക്ക് മനസ്സിലാവണം, ഉമ്മാക്ക് മനസ്സിലാവണം. പറഞ്ഞുകൊണ്ടേയിരിക്കുകയല്ല, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയല്ല. ഞാൻ പറയുന്നതിനെക്കുറിച്ച് നല്ല ബോധ്യവും അതിൻ്റെ ടൈം സ്പാനും ആലോചിക്കണം. ഇൻഫ്ലുവൻസ് ഓഫ് AI ആൻഡ് വിർച്വൽ റിയാലിറ്റി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകമാണ്. ലോകം എന്തുമാത്രം വേഗതയിലാണ് മാറുന്നത് ആലോചിച്ച് നോക്കൂ. ഇനി ഏതൊക്കെ തൊഴിലുകളാണ് നഷ്ടപ്പെടാൻ പോകുന്നതിന് വല്ല ധാരണയുണ്ടോ നിങ്ങൾക്ക്?
പല തൊഴിലും ഇനി ഇല്ലാതാവും. തൊഴിലുകൾ പലതും നഷ്ടപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിലെ റെഫ്രിജറേറ്ററിൽ എത്ര ചിക്കൻ ഉണ്ട് ഇപ്പോൾ? സ്റ്റോക്ക് എത്ര ഉണ്ട് താതാ? ഒരു 1/2 കിലോ ഒക്കെ ഉണ്ടാവോ? ഉണ്ടാവില്ലേ? ഇല്ല, ചിക്കൻ ഉപയോഗിക്കാറില്ല, വെജിറ്റേറിയനാണ്. ഒരു 1/2 കിലോ ഉണ്ട്, 2 കിലോ ഉണ്ട്. അപ്പം നമ്മളവിടെ സ്റ്റാൻഡേർഡ് വെച്ച് എന്ത് 1/2 കിലോ ചിക്കനെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം എപ്പോഴും. അവിടെ അത് എന്ത് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. നിങ്ങളെ ഫോണിൽ നിങ്ങൾ കോഴിക്കടയുടെ അടുത്ത് നിൽക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. എവിടുന്ന്? ഫ്രിഡ്ജിൽ നിന്ന്. എന്താ നോട്ടിഫിക്കേഷൻ എന്നറിയോ? ദി ക്വാണ്ടിറ്റി ഓഫ് ചിക്കൻ ഈസ് വെരി ലോ, പ്ലീസ് റീചാർജ് ഇമ്മീഡിയറ്റ്ലി. അപ്പം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ, അപ്പം നിങ്ങൾ എങ്ങനെ ഫോണിന് മനസ്സിലായി നിങ്ങൾ ചിക്കൻ കടക്ക് മുമ്പിലാണെന്ന്? അതൊക്കെ മനസ്സിലാവും. നിങ്ങൾ ചിക്കൻ കടക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഫോണിന് മനസ്സിലായി എന്ത് നിങ്ങൾ ചിക്കൻ കടൻ്റെ അടുത്താണുള്ളത്. അപ്പം ഫോൺ എന്ത് ചെയ്തു? പെട്ടെന്ന് ഫ്രിഡ്ജിലേക്ക് വിവരം കൊടുത്തു. ഫ്രിഡ്ജ് എന്ത് ചെയ്തു? നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയച്ചു ചിക്കൻ വാങ്ങിക്കോ. നിങ്ങൾ പച്ചക്കറി മാർക്കറ്റിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വീണ്ടും നോട്ടിഫിക്കേഷൻ വരും. ദി ക്വാണ്ടിറ്റി ഓഫ് ടൊമാറ്റോ ഈസ് വെരി ലോ, പ്ലീസ് റീചാർജ് ഇമ്മീഡിയറ്റ്ലി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും ചെയ്യുക? നമുക്കൊന്നും ഓർത്തു വെക്കേണ്ടാത്ത കാലം. എത്ര ഫോൺ നമ്പർ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? എനിക്ക് ആകെ 2 ഫോൺ നമ്പർ തന്നെ ഓർമ്മയുള്ളൂ. 2 ഫോൺ നമ്പർ തന്നെ ഓർമ്മയുള്ളത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. എങ്ങനെ ഓർമ്മ വന്നു? ഇപ്പോൾ അത് ഓർത്തെടുക്കാറില്ല. ഡെസ്ക്ടോപ്പിലുള്ളത് കൊണ്ട് മാത്രം, ഡെസ്ക്ടോപ്പിലുള്ളത് കൊണ്ടാണ് പലതും നമ്മൾ മറന്നു പോവുക. കാരണം ഓർക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അത്രയേറെ AI വ്യാപകമാകുന്നതോടുകൂടി. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു PG പഠിക്കുന്ന സമയത്ത് ഒരു സെമിനാർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാന്നറിയോ? രാവിലെ തിക്കോടിന്ന് ലോക്കൽ ട്രെയിനിന് കയറി ഫറോക്കിൽ ഇറങ്ങിയിട്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറി പോയിട്ട് ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? പുസ്തകമൊക്കെ റെഫർ ചെയ്ത്, ഇപ്പം അത് വേണോ വേണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ഏത് തരത്തിലുള്ള പേപ്പറാണ് വേണ്ടതെന്ന് പറയുമ്പോഴേക്ക് പേപ്പർ എന്ന് പറഞ്ഞ് വരും. എന്നിട്ട് നിങ്ങളത് കണ്ടാൽ നിങ്ങൾ പറയാണ് പോരാ, കുറച്ചുകൂടി ഇമോഷണലി നല്ല വേർഡ്സ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിച്ച് തരും. പിന്നെ നിങ്ങൾ പറയാണ് ഇന്നയാളുടെ ഇപ്പം എന്താ പറയുക, ഇബിൻ ഖൽദൂമിൻ്റെ കുറച്ച് കോട്ടിങ്സൊക്കെ വേണമെന്ന് പറഞ്ഞാലോ അതും തരും. നിങ്ങളിപ്പം പറയാണ് AI പറയാണ് ഈ ISMൻ്റെ തെസ്കിയ സംഗമത്തെക്കുറിച്ചൊരു കവിത എഴുത്തരണം എന്ന് പറഞ്ഞാലോ അതും എഴുത്തരും. ഏത് ഭാഷയിൽ വേണേൽ എഴുത്തരും. നിങ്ങളിപ്പം വെറുതെ അടിച്ചു നോക്കിയാൽ മതി. ജെമിനിയിലോ ChatGPTയോ പോയിട്ട് ഇങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ വിവരം കൊടുക്കുക, എന്നിട്ട് ഇതേക്കുറിച്ച് നല്ലൊരു കവിത എഴുത്തരാമോ എന്ന് ചോദിച്ചാൽ കവിത എഴുത്തരും. എല്ലാം റെഡിയായി നിൽക്കുന്ന ഒരു കാലം. ഈ കാലത്തെ നമ്മൾ പഴയ കാലവുമായിട്ട് കമ്പയർ ചെയ്തുകൂടാ. പഴയ കാലത്ത് ഉപയോഗിച്ച ടൂൾസ് ഉപയോഗിച്ച് പാരഡിങ് നടത്താൻ പറ്റില്ല. നമ്മൾ അടിയന്തരമായും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ എങ്ങനെയാണ് നമ്മളിപ്പോൾ കേരളം നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് കേട്ടോ. കത്തുകയാണ് ശരിക്കും. നമുക്കൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് ശരി. ഒരു ധാർമ്മികമായി ഇതിൽ വിശ്വസിക്കുന്ന, പടച്ചോൻ വിശ്വസിക്കുന്ന, പരലോക ചിന്തയുള്ള മനുഷ്യർക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളൊന്ന് നുള്ളി നോക്കണം, നമ്മൾ ശരിക്കും മനുഷ്യന്മാർ തന്നെയാണോ? അത്രയേറെ സങ്കീർണമാണ് കാലം. നമ്മുടെ പ്രയോറിറ്റികളൊക്കെ മാറ്റേണ്ടി വരും. സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പ്രയോറിറ്റി മുഴുവൻ മാറ്റേണ്ടി വരും. നമ്മുടെ രീതി മാറ്റേണ്ടി വരും. നമുക്ക് എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നും നമുക്ക് തർക്കിക്കാൻ പറ്റുന്നുണ്ടെന്നും അനാവശ്യമായ വിവാദങ്ങൾ ഏർപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം. നിങ്ങൾ നോക്കൂ, എന്താണിപ്പോൾ നമ്മളെല്ലാത്തിനും കുട്ടികളെയും തലമുറയെയും കുറ്റപ്പെടുത്തുകയാണ്. കുറ്റപ്പെടുത്തേണ്ടത് ആ തലമുറയെയല്ല, ആ തലമുറ രൂപപ്പെട്ടു വന്ന സാഹചര്യമാണ്. നിങ്ങൾ എത്ര മോട്ടിവേഷൻ കൊടുത്തിട്ടും കാര്യമില്ല, എത്ര അറിവ് പകർന്നിട്ടും കാര്യമില്ല. എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അനുകൂലമായൊരു സാഹചര്യം കുട്ടികൾക്ക് വീട്ടിലും പുറത്തും. ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളുടെ മോന് ട്രിവാൻഡ്രം CETയിൽ എഞ്ചിനീയറിംഗ് കിട്ടി, ഭയങ്കര ഹാപ്പി. അവിടുത്തെ ഹോസ്റ്റലും കിട്ടി. നിങ്ങളെ ആരെങ്കിലും ആലോചിക്കുമോ അവിടുത്തെ ഹോസ്റ്റൽ എങ്ങനെയാണ്? കഞ്ചാവ് തൂക്കുന്ന ത്രാസുണ്ടോ അവിടെ? ആരെങ്കിലും ആലോചിക്കുമോ? കഞ്ചാവ് തൂക്കുന്ന ത്രാസുള്ള ഹോസ്റ്റലാണോ എന്ന് ആലോചിക്കില്ല. നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഒന്നാമത് പോയിന്റ് അതാ, പ്രോബ്ലം റിലേറ്റഡ് ടു ലൈഫ് ഗോൾ. ജീവിതത്തെക്കുറിച്ച് നമ്മൾ വിശ്വാസികൾ പോലും വളരെ മോശമായ ഒരു കാഴ്ചപ്പാടാണ് കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. ജീവിക്കുന്നത് തന്നെ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
LKG UKG പഠിക്കുന്ന കുട്ടി പറയും, എനിക്ക് എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം, സയൻറ്റിസ്റ്റ് ആവണം, പൈലറ്റ് ആവണം. ആവണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്തിനാണ് ഒരു ജോലി? ജോലി എന്തിനാ നിങ്ങൾ പറയും? ജീവിക്കാൻ വേണ്ടി. കറക്റ്റാണ്. ഒരു ക്ലാപ്പ് കൊടുക്കുക എല്ലാവരും കൂടി. ജീവിക്കാൻ വേണ്ടി ജോലി. പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്നത് കണ്ടാൽ തോന്നുന്നറിയോ? ജീവിക്കാൻ വേണ്ടി ജോലിയല്ല, ജോലി ചെയ്യാൻ വേണ്ടി ഒരു ജീവിതമാണെന്നാണ്. എന്തെങ്കിലും ജോലി ചെയ്താൽ മതിയോ? ഒരു കുട്ടിയുടെ മനസ്സിൽ കരിയറിസം ഒരു മാരകമായ അസുഖമായിട്ട് വരികയാണ്. കരിയർ വേണം. ഞാൻ ഈ കരിയർ മോട്ടിവേഷൻ എടുക്കുന്ന ആളായിരുന്നു. ഞാൻ ഇപ്പം നിർത്തി. എന്താ കാരണം എന്നറിയോ? ഇനി കരിയർ മോട്ടിവേഷൻ എടുക്കണ്ടെന്നാണ് എൻ്റെ വിചാരം. ലൈഫ് മോട്ടിവേഷനാണ് വേണ്ടത്. ജീവിക്കാനാണ് മോട്ടിവേഷൻ വേണ്ടത്. തൊഴിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും ആകർഷകമായ ശമ്പളം കിട്ടുന്ന തൊഴിൽ. അതിൻ്റെ ഹക്കും ബാത്തിലൊന്നും അത്ര ഘടകമല്ല. ഏറ്റവും ആകർഷകമായ ശമ്പളം കിട്ടുന്ന തൊഴിലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് വിശ്വാസി സമൂഹത്തെ കൂടി ആരൊക്കെയോ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആരൊക്കെയല്ല, നമ്മൾ തന്നെ. ഈ ടോർച്ച് മുഴുവൻ നമ്മളത്തെ കാണിക്കേണ്ടത്. നമ്മളിതിനെ അടിച്ചു വച്ചിരിക്കുകയാണ്. തൊഴിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൊഴിലല്ല പ്രധാനപ്പെട്ടത്. ജീവിതത്തിൻ്റെ നല്ല നല്ല ആശയങ്ങളൊന്നും ഈ ജീവിത ലക്ഷ്യവുമായി വരുന്നില്ല. ഒരു കുട്ടിയും പറയുന്നില്ല. ഇപ്പോൾ ഹയർ സെക്കൻഡറിക്കാരുടെയൊക്കെ ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് നിൻ്റെ ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചാൽ എല്ലാവരും തൊഴിലാണ് പറയുന്നത്. തൊഴിലല്ല. തൊഴിൽ കരിയർ ഗോൾ മാത്രമാണെന്നും ലൈഫ് ഗോൾ മറ്റെന്തെങ്കിലുമൊക്കെ ആവണ്ടേ. അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയത്. നമ്മളിങ്ങനെ ആയതിൻ്റെ 10 പോയിൻ്റ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിങ്ങനെ ആയത് എങ്ങനെയാണ്? കൃത്യമായ ഒരു ജീവിത ലക്ഷ്യം വീട്ടിലില്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ, ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്. വൈകുന്നേരത്തെ സമയമാണ്, നിങ്ങൾക്ക് ഉറക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ ചില ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം. പക്ഷേ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൽ എനിക്കത് ചെയ്യാൻ കുറച്ച് പ്രയാസം തോന്നുകയും ചെയ്യുന്നത്. ടെക്നിക്കൽ ഡെവലപ്മെൻറ്റാണ്. സാങ്കേതികമായിട്ട് വലിയ വളർച്ചയുണ്ടായി. സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായി. അതിനനുസരിച്ചുള്ള ഒരു അവെയർനെസ് ഉണ്ടായില്ല. സാങ്കേതികമായി വളർന്നു, പക്ഷേ അത് ഉപയോഗിക്കാം. കുറേ ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നു, പക്ഷെ അതെങ്ങനെ മാന്യമായിട്ട് ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചില്ല. സോഷ്യൽ മീഡിയ എല്ലാം ഉണ്ട്. ഇൻസ്റ്റഗ്രാം ഉണ്ട്, സ്നാപ്പ് ഉണ്ട്, എക്സ് ഉണ്ട്, FB ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര പേർക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്? ഒന്ന് കൈപൊക്കാവോ? ഇൻസ്റ്റഗ്രാം ഉള്ളവരൊന്ന് കൈപൊക്കുക. മുതിർന്ന തലമുറയിൽപ്പെട്ടവർക്കൊന്നും ഇൻസ്റ്റഗ്രാം ഇല്ല. അപ്പം എന്താ സംഭവിക്കുന്നത് അറിയോ? അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിലുള്ള ആളാണ്. ഞാൻ എപ്പോഴാണ് ചേർന്നാണ്? എൻ്റെ മോൾ ഇൻസ്റ്റഗ്രാമിൽ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു അറിയോ? ഞാൻ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ മോളെ ഫോളോ ചെയ്തു. അപ്പോൾ ഇവള് കംപ്ലൈൻറ്റുമായിട്ട് വരികയാണ്. എന്താ അറിയോ? ഉപ്പം നിങ്ങൾ എന്തിനാണ് ഇൻസ്റ്റഗ്രാമിൽ ചെയ്തത്? ഞങ്ങളതല്ലേ ഇൻസ്റ്റഗ്രാം. ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്? ഞാൻ പറയുന്ന നമ്മൾ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റഗ്രാം നമ്മൾ അറിയണം എന്ന് എൻ്റെ അഭിപ്രായം. അവിടെ എന്ത് നടക്കുന്നു? അവിടെയും നമ്മൾ പോസ്റ്റ് ചെയ്താലും പോവുകയും ചെയ്യും, നമ്മൾ സ്റ്റോറി ഇട്ടാലും പോവും, നമ്മളെ റീലും പോവും. അപ്പോൾ ഈ നമ്മൾ എന്തുകൊണ്ട് കേരളം ഇങ്ങനെയായെന്ന് ചോദിച്ചാൽ, ഫേസ്ബുക്കിൽ വയസ്സന്മാരും ചെറുപ്പക്കാരും ഇൻസ്റ്റഗ്രാമിലും. ഡൈനിങ് ടേബിളിലുള്ള അതേ അവസ്ഥ വന്നു. വീട്ടകത്ത് ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്നില്ല. അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒന്നിച്ചല്ല. സോഷ്യൽ മീഡിയയിൽ മുതിർന്നവരൊക്കെ FBയിൽ തന്ത വൈബും തള്ള വൈബും, അല്ലേ? തള്ള വൈബും തന്ത വൈബും എവിടെ? FBയിൽ. ഞങ്ങൾ കുറേ ചെറുപ്പക്കാരൊക്കെ എവിടെ? ഇൻസ്റ്റഗ്രാമിലും സ്നാപ്പിലും ഒക്കെയാണ്. അപ്പോൾ അത് ഈ ഒരു കാരണം, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ വെച്ചുകൊണ്ട് നമുക്ക് അയാളുടെ സ്വഭാവ ദോഷമായിട്ട് പറയാൻ പറ്റില്ല. അത് നമ്മൾ രൂപപ്പെടുത്തിയ സാഹചര്യങ്ങളാണ്. മൂന്നാമത്തെ, ലാക്ക് ഓഫ് ഇൻസ്പയറിംഗ് ലീഡർഷിപ്പ്. ഇൻസ്പയർ ചെയ്യുന്ന നേതാക്കളില്ല. എവിടെ? വീട്ടിലില്ല, നാട്ടിലുമില്ല. സ്വാധീനിക്കാൻ പറ്റിയ നേതൃത്വമില്ല. ഉള്ള നേതൃത്വം ക്രെഡിബിലിറ്റി കുറഞ്ഞു പോകുന്നു. പൊളിറ്റിക്കലായാലും റിലീജിയസ് ആയാലും ലീഡർഷിപ്പൊക്കെ എടുത്ത് നോക്കുമ്പോൾ പഴയ ക്വാളിറ്റി നിലനിർത്താൻ പറ്റുന്നില്ല. വീട്ടകത്ത് ഒരു നേതാവുണ്ടായിരുന്നു. വീട്ടകത്തെ നേതാവിൻ്റെ അധികാരം കുറഞ്ഞുപോയി. അയാൾക്ക് ഒരു പവറും ഇല്ല. ഇപ്പോൾ അയാൾ ആരോ നിശ്ചയിച്ച തിരക്കഥക്കനുസരിച്ച് ജീവിതം കൊണ്ടുപോവുകയാണ്. വീട്ടകത്തുള്ള നേതൃത്വം കുറഞ്ഞു, നാട്ടിലെ നേതൃത്വം മോശമായി. ചോദിക്കാനും പറയാനും ആളില്ലാതായി. ഒരു തരം അരാജകത്വം രൂപപ്പെട്ടു വരികയാണ്. ആരും ചോദിക്കുന്നില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ രാത്രി 11:30 പോകുമ്പോൾ ഒരു പോസ്റ്റ്, മുറിഞ്ഞു പോയൊരു പോസ്റ്റ് ഇങ്ങനെ
നേരെയാക്കിയിട്ടിട്ട് കുറേ ചെറുപ്പക്കാർ രാത്രി 12 മണിക്ക് ഇരിക്കുമ്പോൾ പോലും വണ്ടി നിർത്തിയിട്ട് മക്കളെ നിങ്ങളെന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നിങ്ങൾക്കുണ്ടോ? വിവരം അറിയും. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയും. ചോദിക്കാറില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഉപ്പാൻ്റെ ഒരു സുഹൃത്ത് അങ്ങാടിയിൽ വെച്ച് എനിക്കൊരു അടി തന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഉപ്പാൻ്റെ സുഹൃത്താണ്, ഉപ്പല്ല. SLC പരീക്ഷയുടെ ബാക്കി അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉപ്പാനെ കാണുമ്പോൾ ബാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പാനോട് പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇങ്ങനെ അയാൾ എന്നെ അടിച്ചു. അസലായിട്ടെന്ന് ഉപ്പ പറഞ്ഞത്. അസലായിട്ട് നിനക്ക് കിട്ടേണ്ടതാണെന്ന്. ഇപ്പോൾ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ അടിക്കുന്നൊക്കെ പോട്ടെ, സ്വന്തം ഉപ്പാക്ക് തന്നെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയില്ലേ? നേതൃത്വം ഇല്ലാതായിപ്പോയി. ഒരു വലിയ ഒരു ഇറോഷൻ, ഒരു തകർച്ച നമ്മൾ നേരിട്ടു. ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥ വീട്ടിലുണ്ടായി, നാട്ടിലുണ്ടായി. ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഇല്ല. ആർക്കും എന്തും ചെയ്യാം. ജനറേഷൻ ഗ്യാപ്പ് നേരത്തെ ഉണ്ട്. നമ്മുടെ ജനറേഷനും നമ്മുടെ ഉപ്പാൻ്റെ ജനറേഷനും വ്യത്യാസമുണ്ട്. ഇപ്പം അത് മാറി ജനറേഷൻ ഹേറ്റ്, ജനറേഷൻ റൈവൽറിയാണ്. തലമുറകൾ തമ്മിൽ വൈരം. തന്ത വൈബ് എന്ന് പറഞ്ഞാൽ തള്ള ഈ റൈവൽറിയുടെ അടയാളമായിട്ടുള്ള വാക്കാണ് തന്ത വൈബും തള്ള വൈബും. നിങ്ങൾക്ക് ഉപദേശിക്കാൻ പറ്റില്ല ഒരാളോട് നീ ഇങ്ങനെ ചെയ്തു പറയാൻ പറ്റില്ല. കാരണം അത് മൈൻഡ് ചെയ്യണ്ട, തന്ത വൈബാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുടെ വൈബിനെ ചേർത്ത് പിടിക്കാൻ കഴിയുക? അവരെ മാത്രം കുറ്റപ്പെടുത്തണ്ട, നമ്മുടെ ടൂൾസ് എന്തായാലും അപ്ഡേറ്റ് ചെയ്യണം. അൺസർട്ടനിറ്റി ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്, അനിശ്ചിതത്വം, നിരാശ. നേരത്തെ തന്നെ കുറേ തൊഴിലിനെക്കുറിച്ചും ഭയങ്കര പ്ലേസ്മെൻറ്റിനെ കുറിച്ചൊക്കെ സ്വപ്നങ്ങൾ നെയ്തെടുത്ത് എൻട്രൻസ് പരീക്ഷ എഴുതി തോറ്റ് വീണ്ടും എൻട്രൻസ് പരീക്ഷ എഴുതി റിപ്പീറ്റ് ചെയ്ത് താടി രോമങ്ങളൊക്കെ വെളുത്തിട്ടാണ് പലപ്പോഴും കുട്ടികൾ MBBSനൊക്കെ ജോയിൻ ചെയ്യുന്നത്. ഞാനൊരിക്കൽ തൃശ്ശൂരിൽ നിന്ന് ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. കോഴിക്കോട്ടേക്കുള്ള യാത്രയാണ്. കുറച്ച് ബോറടിച്ചപ്പോൾ ഞാൻ ഇയാളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അയാൾ ഒരു അലസമായ വേഷമാണ്. താടി ഇത്തിരി രോമങ്ങളൊക്കെ ഇങ്ങനെ അശ്രദ്ധമായിട്ടുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ നരച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഞാൻ എൻട്രൻസ് കോച്ചിങ് ആണെന്ന്. അപ്പോൾ ഞാൻ കരുതി ഇയാൾ ക്ലാസ് എടുക്കുമായിരിക്കുന്നതാണ്. പിന്നെ നോക്കുമ്പോൾ ഇയാൾ MDൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിനാണ്. അപ്പോൾ ഞാൻ ചിരിച്ചുപോയി. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ചിരിക്കണ്ട, എൻട്രൻസ് കോച്ചിന് പഠിക്കുകയാണ് ഞാൻ ചോദിച്ചു കല്യാണം കഴിച്ചോ? കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. കാരണം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടാണ് MBBS കിട്ടിയത്. അപ്പോൾ കൊല്ലങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. 15, 2, 17, 3, 20, 21ാമത്തെ വയസ്സിൽ MBBS. 5 കൊല്ലം കൊണ്ട് തീർന്നില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു കൊല്ലം പ്രാക്ടീസ് ചെയ്തപ്പോൾ MBBS പോരാ, MD വേണം. പിന്നെ 2 പ്രാവശ്യം എന്ത് ചെയ്തു? MD എൻട്രൻസ്. അപ്പോൾ ഈ ഭയങ്കര നമ്മൾ അനാവശ്യമായ ജീവിതത്തെക്കുറിച്ചുള്ള അനാവശ്യമായ സ്വപ്നങ്ങൾ നെയ്തെടുത്ത് അതിനു വേണ്ടിയുള്ള കഠിനമായ പ്രയത്നം നടത്തി നിരാശയിലാവുന്ന ഒരു സമൂഹം ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സമൂഹമാണ് എന്ത് ചെയ്യുന്നത്? പലതരത്തിലുള്ള റെസ്പോൺസ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ, എല്ലാവരും. എന്നിട്ട് തൊട്ടടുത്തുള്ള ആളോട് എന്തെങ്കിലും ഒരു വർത്താനം പറയും. കൈ പിടിച്ചിട്ട് പറയണം. എഴുന്നേക്കാൻ പറ്റാത്തവർ എഴുന്നേക്കണം കേട്ടോ. എഴുന്നേക്കാൻ പറ്റുന്നവർ മാത്രം എഴുന്നേറ്റാൽ മതി. എന്തെങ്കിലും ഒരു വർത്താനം സീരിയസ് ആയിട്ട്. ഓക്കെ, ഇരുന്നോളൂ. എൻ്റെ സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, ഞാൻ വേഗം തീർക്കുകയാണ്. എത്ര മിനിറ്റ്? 5 മിനിറ്റ്. അടുത്ത പോയിന്റ് എന്താ അറിയോ? ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കേരള സമൂഹത്തിലേക്കാണ് കെമിക്കൽ സബ്സ്റ്റൻസ് വന്നത്. രാസലഹരി വന്നപ്പോൾ എന്തായെന്നറിയോ? ഈ കത്തിക്കൊണ്ടിരിക്കുന്ന സാധനത്തിലേക്ക് എണ്ണ ഒഴിച്ച പോലെ ഒരൊറ്റ ആളലാണ്. ഡോപ്പമിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട്. അത് വിശദമായി പറയാൻ സമയമില്ല. അടുത്ത വയലൻസ്, മീഡിയ, സിനിമ, ഗെയിംസ്. ഒറ്റയടിക്ക് പറയുകയാണേ, ഒരു മനുഷ്യന് സ്വന്തം ഉമ്മാമാനെ കൊന്നിട്ട് സ്വർണ്ണം എടുത്തിട്ട് 25 കിലോമീറ്റർ ബൈക്കിൽ യാത്ര ചെയ്തിട്ട് എണ്ണയടിച്ച് ഉമ്മാമൻ്റെ സ്വർണ്ണം എടുത്തിട്ട് പണയം വെച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ചുപോയി അനിയനെ കൊല്ലാൻ പറ്റുന്ന ഒരു മനക്കരുത്തുണ്ടാവണമെങ്കിൽ ആ കുട്ടി ഗെയിമിൽ അഡിക്റ്റ് ആയിരിക്കും. ആ കുട്ടി ലഹരി ഉപയോഗിച്ചെന്ന് ഇതുവരെ തെളിവില്ല. ഗെയിം എന്ന് പറഞ്ഞാൽ എന്താ? 4 വയസ്സ് 5 വയസ്സായ മണിക്ക് ആൾക്കാരെ കൊല്ലല. 10 ആളെ കൊന്നാൽ 10 പോയിന്റ്, 20 ആളെ കൊന്നാൽ 20 പോയിന്റ്. ബ്ലാസ്റ്റർ ബോംബിംഗ് ആണ്.
കാറിടിച്ച് കൊല്ലലാണ്. അല്ലേ 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 എന്നോടല്ലേ അല്ലേ ആണ്. അപ്പോൾ ഇത് ഈ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്താണ് നമ്മളെന്താ ചെയ്യാന്നറിയോ? ചെറിയ ഗെയിമൊക്കെ കുട്ടികൾ കളിച്ചോട്ടെ അനുഭവിക്കേണ്ടി വരും. ഒരു ബൗണ്ടറി എവിടെ നിശ്ചയിക്കണമെന്ന് നമുക്കത് പറയാം. ഞാൻ കുറച്ച് സ്പീഡിൽ പോവാം. ഹോം സ്ട്രക്ചറിൽ മാറ്റം വരുത്തണം. സിനിമകളിലേക്കുള്ള വയലൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വയലൻസാണ്? ഈ ജെറിയാട്രിക് കെയറുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ ഒരു പ്രായമുള്ള ആൾ പറഞ്ഞത്, രാത്രി ടി വിയും സിനിമയൊക്കെ കണ്ട് ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ കിട്ടുന്നില്ല. പക്ഷേ ഞാനൊരു പറഞ്ഞു, നിങ്ങൾ 7 മണിക്ക് ശേഷം ടി വി ഓഫാക്കി നോക്ക്. ഇപ്പം അയാൾ പറയുന്നത് എന്താ അറിയോ? ഒരു പ്രശ്നമില്ല. കാരണം എന്ത് ക്രൂരമായ കാര്യങ്ങൾ. വീടിൻ്റെ സ്ട്രക്ചർ മാറ്റണം. വീട്ടിലെ ഉപ്പയും ഉമ്മയും മക്കളെല്ലാം കൂടി ഇങ്ങനെ കെട്ടിമറിഞ്ഞ് ജീവിക്കണം. ഉണ്ടോ? അത് ഉണ്ടോ? സംതൃപ്തമായൊരു ജീവിതം ഉണ്ടോ? ഇല്ല എന്നുള്ള സത്യം. എനിക്ക് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇല്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ദാമ്പത്യത്തിൽ പൂർണ്ണമായും തൃപ്തരാണോ? നിങ്ങൾ കല്യാണം കഴിച്ച ഭാര്യയിൽ ഭർത്താവിൽ നിങ്ങൾ സംതൃപ്തരാണോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സെറീന, നിന്നെ കല്യാണം കഴിച്ചതാണ് എൻ്റെ മഹാഭാഗ്യം എന്ന് ഏതെങ്കിലും ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ? ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ? ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? കൈപൊക്കാണെങ്കിൽ. ആരും പറഞ്ഞിട്ടുണ്ടോ? ഫോൺ വിളിച്ച് ചോദിക്കുക ഞാൻ. ഉറപ്പാണ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെ ഭാര്യയും ഭർത്താവും നിൽക്കുന്നവരെ നീ കൈപൊക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. ഇതെന്താ? ഉണ്ട്. അഥവാ പറയാത്തവരിനി വിഷമിക്കണ്ട, ഇന്ന് വീട്ടിൽ പോയിട്ട് പറഞ്ഞാലും മതി. സമയം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. നിന്നെ കല്യാണം കഴിച്ചതാണ് എൻ്റെ മഹാഭാഗ്യം. മക്കളോട് പറയണം അങ്ങനെ, എടാ നിന്നെ കിട്ടിയതാണ്, അൽഹംദുലില്ലാ നിന്നെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം. ആത്മവിശ്വാസം ഉണ്ടാക്കും അത്. ഫ്രീഡം അൺലിമിറ്റഡ് ആണ്. നമ്മൾ ഈ ഫോൺ റീചാർജ് ചെയ്ത പോലെ ഫ്രീഡം. എൻ്റെ ശരീരം, എൻ്റെ സ്വാതന്ത്ര്യം, മൈ ലൈഫ്, മൈ ചോയ്സ്. അങ്ങനെ സ്വാതന്ത്ര്യമൊന്നും ഇല്ല ആർക്കെങ്കിലും അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടോ? അങ്ങനെ നമ്മൾ അത്ര സ്വതന്ത്രരാണോ? സ്വതന്ത്രം ആവേണ്ടതുണ്ടോ? ഇല്ലയെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു നിശ്ചിതമായ രീതിയിലുള്ള സ്വാതന്ത്ര്യമേ നമുക്ക് ആവശ്യമുള്ളൂ. അമിതമായ സ്വാതന്ത്ര്യമാണ് കേരളം ഈ രൂപത്തിലായത്. ഇമ്പോർട്ടഡ് ഐഡിയോളജീസ്, കുറേ ആശയങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇൻഫിൽട്രേഷനാണ്. നമുക്ക് മനസ്സിലാവില്ല. ക്യാമ്പസിലേക്ക് വന്നിട്ട് സെക്സിൻ്റെ കാര്യത്തിലും ജെൻഡറിൻ്റെ കാര്യത്തിലൊക്കെ വളരെ യൂറോപ്യന്മാർ പോലും കൈയൊഴിഞ്ഞ ആശയങ്ങൾ ഇറക്കുമതി ചെയ്തിട്ട് കേരളത്തിൻ്റെയൊക്കെ ധാർമ്മികമായ രംഗത്തെ തകർത്ത് കളയാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നിട്ട് നമ്മളൊന്നും പ്രതികരിച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പോലും ചിറകെട്ടി തടസ്സപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഹോപ്പ്ലെസ്, ഒരു പ്രതീക്ഷയില്ലാത്ത അനീതികൾ നടക്കുകയാണ് നാട്ടിൽ. പൊതുവെ ആളുകൾ അസ്വസ്ഥരാകുന്നു. ഒരു സ്ലൈഡ് ഉണ്ടനോ? കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ സമാപിപ്പിക്കുകയാണ്. നമ്മൾ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യുന്നുള്ളത് കാര്യത്തിൽ നമ്മളെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ഏതാനും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സാഹചര്യം രൂപപ്പെട്ട് വരണം. അതിനെന്ത് വേണമെന്നറിയോ? നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ, ആകപ്പാടെ ഒരു ഉടച്ചു വാർക്കൽ വേണം. അത് തൊലിപ്പുറമേ അല്ല. നമ്മൾ പലപ്പോഴും വാർത്തകൾ കേൾക്കുമ്പോൾ ഞെട്ടൂലേ? ആ ഞെട്ടൽ ഒരാഴ്ചയേ ഉള്ളൂ, വാലിഡിറ്റി കുറവാണ്. ആന്തരികമായി ഞെട്ടണം. ബാഹ്യമായി ഞെട്ടിയാൽ പോരാ, ആന്തരികമായി ഞെട്ടണം. കുട്ടികളെ ചേർത്ത് പിടിക്കണം. കുട്ടികൾക്ക് തോന്നണം. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തോന്നണം, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുകയാണ്, നോമ്പ് വെക്കാൻ എത്തുമോ? നോമ്പ് വെക്കാനുള്ള എന്തെങ്കിലും സാധനം പൊതിഞ്ഞ് തരട്ടെ. അത് കേട്ടാൽ എന്തൊരു സന്തോഷം എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ, അല്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടകത്തുണ്ടാക്കേണ്ട വലിയ സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ഒരു പൂത്തിരി കത്തണം. അതെപ്പോഴാണ് നഷ്ടപ്പെട്ടതോ അന്നാണ് നമ്മുടെ പടിയിറക്കം തുടങ്ങിയത്. ആത്മീയതയെക്കുറിച്ച് പേർത്തും പറഞ്ഞാൽ പോരാ. നേരത്തെ ആ സഹോദരി പറഞ്ഞതുപോലെ ആത്മീയത വീട്ടിൽ തെളിയിക്കണം. ഉപ്പാൻ്റെ ആത്മീയത കണ്ട് കുട്ടി അത്ഭുതപ്പെടണം. ഇതെങ്ങനെ ഇപ്പം സാധിക്കുന്നു ചോദിക്കണം കുട്ടി. ആ തരത്തിലുള്ള ഒരു കുടുംബ നവീകരണം, കുടുംബ നശീകരണമല്ല കേട്ടോ, കുടുംബ നവീകരണം നടക്കണം. കുടുംബ നവീകരണം നടത്തേണ്ടത് ആവശ്യമാണ്. പക്ഷെ അതും പറഞ്ഞ് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് കുടുംബം നശിപ്പിക്കരുത്. കുടുംബ നശീകരണമല്ല, കുടുംബ നവീകരണം നമുക്ക് വേണം. അതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാവണം. ഒരു പോസിറ്റീവ് വൈബ് വീട്ടകത്ത് ക്രിയേറ്റ് ചെയ്യണം.
ഉപ്പ ഉമ്മയെ അഭിനന്ദിക്കുന്നു, ഉമ്മ ഉപ്പയെ അഭിനന്ദിക്കുന്നു, ഉപ്പയും ഉമ്മയും കൂടി മക്കളെ അഭിനന്ദിക്കുന്നു. പോസിറ്റീവായിട്ട് കുറ്റങ്ങളും കുറവുകളുടെയും കണക്കെടുക്കുകയല്ല, അള്ളാഹു തന്ന അപാരമായ അനുഗ്രഹങ്ങളെ ചേർത്ത് വെച്ച് കിട്ടിയതിനെ ആനന്ദത്തോടെ സ്വീകരിച്ച് അതാണ് എൻ്റെ ലോകമെന്ന് ഉറക്കെ പറഞ്ഞ് ഒരു പോസിറ്റീവ് വൈബ് കുട്ടിക്ക് ഓടി വരാൻ പറ്റിയ ഇടമായി വീട്ടകം മാറണം. ഭർത്താവിനും ഭാര്യയ്ക്കും സന്തോഷം കിട്ടുന്ന ഇടമായിട്ട്. അത്ര സന്തോഷത്തോടെയാണ് നിങ്ങളെല്ലാവരും ജീവിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ എന്നാലും കുറേ പരിമിതികളുണ്ട്. കുറ്റങ്ങളുടെയും കുറവുകളുടെയും കംപ്ലൈൻറ്റ് ബോക്സായിട്ട് നമ്മൾ മാറുമ്പോൾ ഒരു തിരുത്തൽ ഇപ്പോൾ നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു തിരുത്തൽ നടത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവസാനിപ്പിക്കട്ടെ. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ആസുരമായിട്ടുള്ളൊരു ലോകം. ആ ലോകത്ത് ധാർമ്മികതയുടെയും വിശ്വാസത്തിൻ്റെയൊക്കെ വിളക്ക് കരിന്തിരി കത്തിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്തര ജനങ്ങളെയൊക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ രീതി, കമ്മ്യൂണിക്കേഷൻ രീതിയിലൊക്കെ ഭയങ്കരമായ മാറ്റം വന്നു കഴിഞ്ഞു. ഇൻ്ററാക്റ്റീവായിട്ട് ചെറിയ ഗ്രൂപ്പുകളായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. എൻവയോൺമെൻറ്റ് ക്രിയേഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. കുട്ടികൾക്ക് വളരാനുള്ള നന്മയുടേതായ ഒരു സാഹചര്യം, അതിന് സംഘടനാ പ്രവർത്തകർക്കൊക്കെ വലിയ പങ്കുണ്ട്. വീട്ടകത്ത് നമുക്ക് സാഹചര്യം ഉണ്ടാക്കാം. നന്മ മാത്രം പറയുന്ന ഉമ്മയുപ്പയും അങ്ങനെയും മക്കൾ വളരും, ഉറപ്പായിട്ടും വളരും. കഴിഞ്ഞ ദിവസം ഒരു എക്സൈസ് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞത്, പാരൻറ്റിങ് കൊണ്ട് മാത്രം കാര്യമില്ല മാഷേ, നാട്ടിലെ സാഹചര്യവും മാറണം. ശരിയാണ്, നാട്ടിലെ സാഹചര്യം മാറി നല്ല പാരൻറ്റുകൾ കുട്ടിയും പുറത്ത് പോയി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. നാട്ടിലെ സാഹചര്യം തിന്മയോട് ഏറ്റവും ഉജ്ജ്വലമായി പോരാടാനുള്ള കരുത്ത് നമ്മൾ ആർജിക്കണം. ചോദ്യം ചെയ്തേ പറ്റൂ. നിങ്ങളുടെ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും MDMA വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും ഈസിലി അവൈലബിൾ ആണിത്. ആ തരത്തിൽ ഞങ്ങളെല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ചിരിക്കുകയല്ല, നമ്മൾ മാറാനുണ്ട് എന്നൊരു തോന്നൽ. ഞാൻ നേരത്തെ പറഞ്ഞ മുദ്രാവാക്യം ഒന്നുകൂടി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ പോയാൽ പോരാ എന്ന് പറയും, ഉറക്കെ പറയണം. മാറാനൊരു മനസ്സ്, മാറാനൊരു മനസ്സ്, വളരാനൊരു തീരുമാനം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. മക്കളെ അറിഞ്ഞ് പാരൻറ്റിങ് നടത്തി മുന്നോട്ട് പോവുക. കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അത്ര ഒക്കെ പറയാൻ കഴിയുള്ളൂ. അത്ര പറഞ്ഞാലും മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ അത് മനസ്സിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാലം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കുന്നു. പാട്ട് ഞാൻ പാടില്ല, ഒരു ആംഗ്യപ്പാട്ടാണ്. റെഡിയാണോ? റെഡിയല്ലേ? ആംഗ്യപ്പാട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആംഗ്യം നടത്തേണ്ടി വരുമേ. കുറേ നേരം ഇരുന്നല്ലേ. ആദ്യം ഞാൻ പാട്ട് പറയാം. കൺ തുറക്കാം, എഴുന്നേൽക്കാം, കൺ തുറക്കാം, എഴുന്നേൽക്കാം, കതകിൻ സാക്ഷ നീക്കിടാം. ഇപ്പം വേണ്ട, ഇത് റിഹേഴ്സലാ. കതകിൻ സാക്ഷ നീക്കിടാം, കടക്കാം തെല്ലുവെളിയിൽ, കാലമെന്തെന്ന് നോക്കിടാം. റെഡിയല്ലേ? കൺ തുറക്കണേ. ആദ്യം എന്ത് ചെയ്യണം? കണ്ണടക്കണം. കണ്ണടച്ചു. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഏറ്റു പറയണേ. കൺ തുറക്കാം, എഴുന്നേൽക്കാം, കതകിൻ സാക്ഷ നീക്കിടാം, കടക്കാം തെല്ലുവെളിയിൽ, അവിടെ തന്നെ മതി, കാലമെന്തെന്ന് നോക്കിടാം. കാലമെന്തെന്ന് നോക്കിടാം. കുറച്ച് പിന്നോട്ട് പോയിട്ട് അവിടെ ഇരുന്നോളൂ, വീണ്ടെന്ന് വെച്ചിട്ട്. കാലം എന്തെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്. കാലം എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ പോയാൽ പോരാ എന്ന് മനസ്സിലാവും, മാറണം എന്ന് മനസ്സിലാവും. മാറേണ്ടത് നിങ്ങളാണെന്ന് ആൽഫ ജനറേഷനോടോ ബീറ്റ ജനറേഷനോടോ പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? സ്വയം മാറ്റത്തിന് വിധേയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും രാവിലെ 7 മണിക്ക് പുറപ്പെട്ടതാണ് ഞാൻ. ഫുക്കാർ അലി ഇവിടെ ഒരു സ്നേഹ സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ തീരുമാനമെടുത്തു. പിന്നെ ഇതൊന്ന് മാറ്റാൻ വേണ്ടി പറയണമെന്ന് തോന്നി, പക്ഷെ എന്നാലും പറയാൻ മനസ്സ് വന്നില്ല. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞില്ല. വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല, വെറും ഒരു ജോലി പോലെയല്ല, നമ്മുടെ ജീവിത ദൗത്യം നിർവഹിക്കുന്ന ആ കാര്യം വളരെ വൃത്തിയിലും ഭംഗിയിലും അള്ളാഹുവിൻ്റെ ഒരു തൃപ്തിക്കനുസരിച്ച് ചെയ്യാനും നമ്മുടെ മക്കളൊക്കെ നമുക്ക്
ഈ കണ്ടാൽ കൺകുളിർമയുള്ള മക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതങ്ങനെ പൂർണ്ണമായിട്ട് ലഭ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് പ്രശ്നം വരുമ്പോഴും സ്വന്തമായി പരിഹരിക്കാൻ ശ്രമിക്കണം, അറ്റൻഡ് ചെയ്യണം. സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത കാര്യം ആരോഗ്യ സഹായം തേടണം. ഒരു കാര്യവും അറ്റൻഡ് ചെയ്യാതെ ഇട്ടേക്കരുത്. ചെറിയ ചെറിയ സൂചനകൾ കിട്ടും, അതൊക്കെ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജോലി സമ്പാദിച്ചു കൊടുത്ത് നല്ല വ്യക്തികളായിട്ട് വിശ്വാസികളായിട്ട് പൗരന്മാരായിട്ട് നമ്മുടെ മക്കൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടതിന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ എവിടെയെങ്കിലും അനഭിലഷണീയമായ എന്തെങ്കിലും വാക്കുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ബോധപൂർവമല്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.